ഹായ് ഓൾ എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഡിസംബർ 21 ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ കുടുംബശ്രീ പുറത്തിറക്കിയ ഡിജിറ്റൽ മാസിക. 2023 കുടുംബശ്രീ പുറത്തിറക്കിയ ഡിജിറ്റൽ മാസിക ഏതാണ്? ആ മാസികയുടെ പേര് മാതൃക. മാതൃക എന്നാണ് മാസികയുടെ പേര്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ചിലപ്പോൾ LDCക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. രണ്ടാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ ഏത് രാജ്യത്ത് നിന്നാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കോട്ട കണ്ടെത്തിയത്? 2023 ഡിസംബറിൽ ഏത് രാജ്യത്ത് നിന്നാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കോട്ട കണ്ടെത്തിയത്? ഏത് രാജ്യത്തു നിന്നായിരിക്കും? സൈബീരിയ. സൈബീരിയയിൽ നിന്നാണ് ഏറ്റവും പഴക്കമേറിയ കോട്ട കണ്ടുപിടിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടി ആളുകൾ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി. ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടി ആൾക്കാർ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? ഇൻഡിഗോയാണ്. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക്. നാലാമത്തെ ചോദ്യം, 2023 ആനിമൽ ഹെൽത്ത് കോൺക്ലേവിന് വേദിയാകുന്നത്. 2023 ആനിമൽ ഹെൽത്ത് കോൺക്ലേവിന് വേദിയാകുന്നത് ഏതാണ്? ന്യൂഡൽഹിയാണ്. വേദികൾ ഇമ്പോർട്ടന്റ് ആണ്, മറക്കാതെ പഠിക്കുക. അഞ്ചാമത്തെ ചോദ്യം, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചോദിച്ചതായിരുന്നു, പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ കൃതി ഏതെന്ന് പറയാത്തത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ എടുത്തിരുന്നത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് EV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്നതാണ്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്നാണ് EV രാമകൃഷ്ണന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയുടെ പേര്. നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, 2023 ആശാൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. 2023 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? K ജയകുമാർ ആണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് എന്ത്? ഈ പുരസ്കാരം. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? K ജയകുമാർ. മറന്നു പോകരുത്. ഏഴാമത്തെ ചോദ്യം, 2023 ഖേൽ രത്ന പുരസ്കാര ജേതാക്കൾ. 2023 ഖേൽ രത്ന പുരസ്കാര ജേതാക്കൾ ആരാണ്? സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി. 2023 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി. ക്ലിയർ ആണല്ലോ? ഇന്ത്യയുടെ ബാഡ്മിന്റൺ കളിക്കാരാണ്. കുറെ കിരീടങ്ങൾ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. 2023 ഇവരെ സംബന്ധിച്ചുള്ള ഒരു ഗോൾഡൻ ഇയർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക്. എട്ടാമത്തെ ചോദ്യം, 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് E ഭാസ്കരനാണ്. ഒരു ഹോക്കി പരിശീലകനാണ് E ഭാസ്കരൻ. ഒമ്പതാമത്തെ ചോദ്യം, 2023 അർജുന അവാർഡ് ലഭിക്കുന്ന മലയാളി താരം. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു 2023 അർജുന അവാർഡ് ലഭിച്ച ഒരു ക്രിക്കറ്റ് താരം ആരായിരുന്നു? മുഹമ്മദ് ഷമി. മുഹമ്മദ് ഷമിയുടെ കൂടെ അർജുന അവാർഡ് ലഭിച്ച ഒരു മലയാളി താരമുണ്ട്, M ശ്രീശങ്കർ. ലോങ് ജമ്പ് പ്ലെയർ ആണ് M ശ്രീശങ്കർ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ ഡീറ്റെയിൽഡ് വീഡിയോയ്ക്കും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ LDC LGS വരുന്ന SI LP UP എക്സാംസിനൊക്കെ ആയിട്ട് നമ്മുടെ റൂട്ടഡ് ആപ്പിൽ കോഴ്സുകൾ വരുന്നുണ്ട്. ഡിസംബർ 31 ലോഗിൻ ചെയ്ത് കോഴ്സ് എൻറോൾ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും എന്ത് ഫ്രീ ആയിട്ട് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചുമ്മാ എൻറോൾ ചെയ്തിട്ട് കാര്യമില്ല, എൻറോൾ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നവർക്ക് മാത്രമായിരിക്കും പ്രീമിയം കണ്ടന്റ് ലഭിക്കുന്നത്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.